ദൈവം സ്നേഹം കൊണ്ട് ഭൂമിയെ ചുംബിച്ച രാവാണ് ക്രിസ്മസ്. പ്രവചനങ്ങളുടെ സാക്ഷാത്കാരം, കാത്തിരിപ്പിന് വിരാമമിട്ട ഒരു ജനനം, ദൈവം ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയ കഥ. ആ കഥയുടെ പേരാണ് ക്രിസ്മസ്. നമുക്കും ആ ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കാം. അഗസ്റ്റസ് സീസറിന്റെ ഭരണവർഷം. ഹെറോദേസ് എന്ന രാജാവിന്റെ കാലത്താണ് യൂദയായിലെ ബെത്ലഹേമിൽ ഉണ്ണീശോ ജനിക്കുന്നത്. അഗസ്റ്റസ് സീസറിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർക്കാൻ യൗസേപ്പ് ഗർഭിണിയായ മറിയത്തെയും കൂട്ടി നസ്രത്തിൽ നിന്നും യൂദയായിലെ ബെത്ലഹേമിലേക്ക് യാത്രയായി. ആ യാത്രയിൽ മാതാവിന് പ്രസവ സമയമായി. അവർ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു, കിട്ടിയില്ല. അവസാനം അവരൊരു പുൽത്തൊഴുത്തിലെത്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. മാതാവ് ഈശോയെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. അതെ, ഉണ്ണി പിറന്നു. മാനവരാശിയെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ അവൻ വന്നു. കാലിത്തൊഴുത്തിലായിരുന്നു ആ ലോകരക്ഷകന്റെ ജനനം. സാധാരണക്കാരിൽ സാധാരണക്കാരനായി ലോകരക്ഷകൻ പിറന്ന ഈ സദ്വാർത്ത ആദ്യം അറിഞ്ഞതും സാധാരണക്കാരായ ആട്ടിടയർ. ദേവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞതനുസരിച്ച് അവർ ലോകരക്ഷകനെ കാലിത്തൊഴുത്തിൽ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ ഉണ്ണി യേശുവിനെ കാണാൻ യാത്രയായി. കൂട്ടമായി ഉണ്ണിയെ കാണുവാൻ കാലിത്തൊഴുത്തിലായി പോയിടുന്നു. മാലാഖവൃന്ദവും കാഹളം മുഴക്കിടുന്നു. ലോകത്തിൻ രക്ഷകൻ പിറന്നുവല്ലോ. പുൽക്കോട്ടിൽ പിറന്ന ആ ദിവ്യസുതനെ കാണാൻ പിന്നെയും എത്തി കുറച്ചുപേർ. ആരെന്നോ? ജ്ഞാനികളായ 3 രാജാക്കന്മാർ. ലോകരക്ഷകന്റെ പിറവിക്കായി കാത്തിരുന്നവർ. ആകാശത്തുദിച്ച പ്രഭ കൂടിയ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി. പൊന്നും മീറയും കുന്തിരിക്കവുമായി ആ രാജാക്കന്മാർ ബെത്ലഹേമിലേക്കെത്തി, ആ തിരുക്കുമാരനെ ആരാധിച്ചു വണങ്ങാൻ. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി.